നമസ്കാരം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വയനാട് ദുരന്തം നഷ്ടപരിഹാരം കൂടുതൽ സഹായത്തിന് കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതി. വിവേചനങ്ങൾക്കെതിരെ പോരാട്ടം തുടരണം. തന്തൈ പെരിയാർ നാടിന് സമർപ്പിച്ച സ്റ്റാലിൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനങ്ങൾ ഒന്നിക്കണമെന്ന് പിണറായി. ന്യൂനമർദ്ദം മധ്യ തെക്കൻ കേരളത്തിൽ അതീവ ജാഗ്രത നിർദ്ദേശം. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്. 5 ഓറഞ്ച് അലർട്ട്. മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ നീട്ടാൻ നീക്കം. സംസ്ഥാനത്തിന് കോടികൾ നഷ്ടമായേക്കും. പിന്നിൽ വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം. സമഗ്രമായ ബിൽ പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിൽ കൊണ്ടുവരാൻ നീക്കം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കൂടുതൽ സഹായം കിട്ടാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് 2300 കോടിയോളം രൂപയുടെ കേന്ദ്ര പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെടുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകൾ ഹാജരാക്കിയത്. 782.99 കോടി രൂപയായിരുന്നു ഒക്ടോബർ 1 വരെ SDRF-ൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഡിസംബർ 10 കണക്ക് നോക്കുമ്പോൾ ഇത് 700.5 കോടി രൂപയാണ്. ഇത് സംസ്ഥാനത്തെ മുഴുവൻ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് മാത്രമായി ഉപയോഗിക്കാനാകില്ല. ആകെയുള്ള 700.5 കോടിയിൽ 471 കോടിയോളം രൂപ സംസ്ഥാനത്തെ വിവിധ ആവശ്യങ്ങൾക്കായി കൊടുത്തു തീർക്കാനുള്ളതാണ്. മറ്റൊരു 128 കോടി രൂപ കൂടി മറ്റാവശ്യങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. കണക്കിൽ 700 കോടിയുണ്ടെങ്കിലും വയനാടിന് മാത്രമായി ഇത് ഉപയോഗിക്കാനാകില്ല. മാത്രവുമല്ല, പുനരധിവാസത്തിന് ഭൂമി വാങ്ങാൻ SDRF ഫണ്ട് ഉപയോഗിക്കരുത് എന്നാണ് ചട്ടം. വയനാട്ടിൽ ടൗൺഷിപ്പ് അടക്കം ഉണ്ടാക്കുന്നതിന് അധികം തുക കണ്ടെത്തേണ്ടതായി വരുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. സ്പോൺസർഷിപ്പിലൂടെ അടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് മാത്രമായി 682 കോടി രൂപ ലഭിച്ചു. എല്ലാ ചെലവുകളും തട്ടിക്കഴിച്ചു നോക്കുമ്പോൾ 61 കോടി രൂപ മാത്രമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൈവശം മിച്ചമുള്ളതെന്ന് അമിക്കസ് ക്യൂരിയും റിപ്പോർട്ട് നൽകി. SDRF തുക കടലാസിൽ മാത്രമേയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് കോടതി പറഞ്ഞു. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ കൂടി ബോധ്യപ്പെടുത്തി സംസ്ഥാന സർക്കാർ സഹായം ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു. SDRF-ൽ ഇപ്പോഴുള്ള തുകയുടെ മുൻകൂട്ടി നിശ്ചയിച്ച വിനിയോഗം, തുടർന്നുള്ള വിനിയോഗം, വയനാടിന് അധികമായി വേണ്ട തുക തുടങ്ങിയവ വിശദീകരിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി 18-ന് റിപ്പോർട്ട് കോടതിയിൽ നൽകണം. ഇത് കേന്ദ്രത്തിന് കൈമാറാമെന്നും ക്രിസ്മസ് അവധിക്ക് ശേഷം വ്യക്തത വരുത്തി സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ജീവൻ. സമൂഹത്തിലെ വിവേചനങ്ങൾക്കെതിരെ പോരാട്ടം തുടരണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ്നാട് സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം കുറിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സ്റ്റാലിൻ. പെരിയാർ സ്മാരകത്തിന്റെ നിർമ്മാണത്തിലുടനീളം മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണച്ചെന്നും നന്ദി അറിയിക്കുന്നതായും സ്റ്റാലിൻ പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ മികച്ച കാര്യശേഷിയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈക്കത്ത് നടന്ന സമാപന പരിപാടി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തു. இந்திய அளவில் ஆளுமை மிக்க தலைவர்களை ஒருவராக விளங்கக்கூடியவர் மாண்புமிகு பினராயி விஜயன் அவர்கள். பெரியார் நினைவகம் மற்றும் நூலகம் கட்டுவதற்கான அனுமதியை தந்தது முதல் எல்லா முன்னெடுப்புகளுக்கும் அவர் உறுதுணையாக இருந்திருக்கிறார். அவருக்கும் கேரள அரசுக்கும் கேரள அமைச்சர்களுக்கும் அதிகாரிகளுக்கும் என்னுடைய அன்பையும் மரியாதையும் நன்றியும் நான் இந்த நேரத்தில் தெரிவித்துக் கொள்ள விரும்புகிறேன்.
MK സ്റ്റാലിനൊപ്പം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തന്തൈ പെരിയാർ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. നവീകരിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ ഇരു നേതാക്കന്മാരും പെരിയാർ മ്യൂസിയത്തിൽ സന്ദർശനം നടത്തി. സ്മാരകത്തിൽ നിന്നും പൊതുസമ്മേളന വേദിയിലേക്കുള്ള യാത്രയ്ക്കിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ റോഡിലിറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. 200 മീറ്ററോളം സ്റ്റാലിൻ റോഡിലൂടെ നടന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. സഹവർത്തിത്വവും സഹകരണവും തുറന്നു കൊണ്ടുപോവുകയാണ് കേരളവും തമിഴ്നാടും ചെയ്യുന്നത്. കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും, തമിഴ്നാടിന്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുന്നു. തമിഴ്നാട്ടിൽ നിന്നും ദ്രാവിഡ കഴകം അധ്യക്ഷൻ K വീരമണി, മന്ത്രിമാരായ ദുരൈമുരുകൻ, EV വേലു, MB സ്വാമിനാഥൻ, കേരള മന്ത്രിമാരായ സജി ചെറിയാൻ, VN വാസവൻ, ഫ്രാൻസിസ് ജോർജ് MP, CK ആശ MLA എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വൈക്കം സത്യാഗ്രഹത്തിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് തന്തൈ പെരിയാർ. TK മാധവനും KP കേശവമേനോനും ബാരിസ്റ്റർ ജോർജ് ജോസഫും അടക്കമുള്ള മുൻനിര നേതാക്കൾ അറസ്റ്റിലായപ്പോൾ തന്തൈ പെരിയാറായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വിഭാഗം 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് നൽകിയത്. മധ്യ തെക്കൻ കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. മന്നാർ കടലിടുക്കിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങി ശക്തി കുറയാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസവും മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് അതിശക്തമായ മഴയ്ക്കും ഡിസംബർ 12, 13 തീയതികളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. മണിയാർ കരാർ കാർബോറണ്ടം ഗ്രൂപ്പിന്റെ താൽപര്യത്തിന് അനുകൂലമായി നീട്ടി നൽകാനുള്ള സർക്കാർ നീക്കം KSEBയുടെ എതിർപ്പ് മറികടന്ന എന്ന രേഖകൾ. സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്ന നീക്കത്തെ കമ്പനിയുടെ വാദങ്ങളെല്ലാം തള്ളിയാണ് KSEB എതിർത്തത്. മണിയാർ കരാർ നീട്ടണമെന്ന കമ്പനിയുടെ വാദങ്ങളിൽ കഴമ്പില്ലെന്നും പ്രളയകാലത്ത് ഉൽപാദന നഷ്ടമെന്ന വാദം നിലനിൽക്കുന്നതല്ലെന്നും കരാർ പുതുക്കുന്നത് സർക്കാർ താൽപര്യത്തിന് വിരുദ്ധമെന്നും KSEB നിലപാടെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് KSEB സമർപ്പിച്ച റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പ്രളയകാലത്തു മണിയാറിൽ സാധാരണ ഉൽപാദനം ഉണ്ടായെന്നാണ് KSEBയുടെ റിപ്പോർട്ട്. കാർബോറണ്ടം കമ്പനിയുമായി കരാർ നിലവിൽ വന്നത് 1991 മെയ് 18-നാണ്. 2024 പദ്ധതി തിരിച്ചു സമർപ്പിക്കണമെന്നാണ് കരാർ. പദ്ധതിയിൽ കമ്പനി നിക്ഷേപം നടത്തിയതിന്റെ രേഖകളൊന്നും KSEBക്ക് നൽകിയില്ല. KSEBയുടെ അനുമതി വാങ്ങാതെ പദ്ധതിയിൽ അധിക നിക്ഷേപം നടത്താൻ കരാർ പ്രകാരം സാധിക്കില്ല. അങ്ങനെ ചെയ്താൽ അത് കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ്. ഈ കരാർ നീട്ടി നൽകിയാൽ BOT വ്യവസ്ഥയിൽ നിർമ്മിച്ച മറ്റു കമ്പനികൾ ഇതേ ആവശ്യം ഭാവിയിൽ ഉന്നയിക്കുമെന്ന് KSEB സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ മുന്നറിയിപ്പ് നൽകുന്നു. മണിയാറിൽ 2018 പ്രളയത്തിൽ ഉൽപാദന നഷ്ടം ഉണ്ടായിട്ടില്ലെന്നും 2019 സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ മാത്രം നേരിയ നഷ്ടമുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കരാർ കാലാവധി കാലത്തെ നഷ്ടത്തിന് സർക്കാരിന് ബാധ്യതയില്ലെന്നാണ് KSEB നിലപാട്. കരാർ അനുസരിച്ച് ഇൻഷുറൻസ് സംരക്ഷണമുണ്ട്. നഷ്ടം നികത്താൻ സർക്കാരിന് ഒരു ഉത്തരവാദിത്തമില്ലെന്നും KSEB ചൂണ്ടിക്കാട്ടുന്നു. നയനാർ സർക്കാരിന്റെ കാലത്താണ് BOT വ്യവസ്ഥയിൽ സംസ്ഥാനത്ത് സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വൈദ്യുതി പദ്ധതികൾ തുടങ്ങാൻ അനുവാദം നൽകിയത്. ന്യൂസ് ഡെസ്ക് ജീവൻ. കാർബോറണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ BOT കരാർ 25 വർഷം കൂടി നീട്ടി നൽകാൻ നീക്കമുണ്ടെന്നും ഇതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. KSEBയുടെ ശക്തമായ എതിർപ്പിനെ മറികടന്ന ഈ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നത് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും ചേർന്ന മൂവർ സംഘമാണെന്നും ചെന്നിത്തല ആരോപിച്ചു. കേരളം അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് ഒപ്പിട്ട ദീർഘകാല കരാർ പിൻവലിച്ചതോടുകൂടി 10 മുതൽ 14 രൂപയ്ക്ക് വരെ വൈദ്യുതി വാങ്ങേണ്ട സ്ഥിതിയാണ്. അതിന്റെ പേരിൽ കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എടുത്ത കേസ് തുടരാൻ താൽപര്യമില്ലെന്ന് നടി മാല പാർവതി ഉൾപ്പെടെയുള്ള ഹർജിക്കാർ സുപ്രീം കോടതിയിൽ. കേസിൽ താൽപര്യമില്ലെന്ന് മൊഴി കൊടുത്തവർ വ്യക്തമാക്കി.
പോലീസിന് മുന്നിൽ ഹാജരായി മൊഴി നൽകാൻ താൽപര്യമില്ല. കമ്മിറ്റിയുടെ മുന്നിലാണ് മൊഴി നൽകിയതെന്നും പരാതിയല്ല നൽകിയതെന്നും ഹർജിക്കാർ വ്യക്തമാക്കി. താൽപര്യമില്ലാത്തവരുടെ മൊഴിയെടുക്കാൻ നിർബന്ധിക്കേണ്ടതില്ലെന്ന് കോടതിയും വ്യക്തമാക്കി. കേസ് ഡിസംബർ 19 മാറ്റിവെച്ചതായി കോടതി അറിയിച്ചു. അതേസമയം ഹേമ കമ്മിറ്റിയിലെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലുള്ള ഹർജിയിൽ കക്ഷി ചേരാൻ മറ്റൊരു നടി കൂടി അപേക്ഷ നൽകിയിരുന്നു. മൊഴിയിൽ കൃത്രിമത്വം നടന്നതായി സംശയിക്കുന്നുവെന്നും SIT ഇതുവരെയും തന്നെ സമീപിച്ചിട്ടില്ലെന്നും നടി ഹർജിയിൽ പറയുന്നു. നേരത്തെ നടി മാല പാർവതിയും ഹേമ കമ്മിറ്റി അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. മൊഴി നൽകിയപ്പോൾ എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ തന്റെ സ്വകാര്യതയെക്കുറിച്ച് ആശങ്കയുണ്ട്. ഹേമ കമ്മിറ്റിയുടെ നടപടികൾ പരിപൂർണതയിലെത്തണമെന്നാണ് ആഗ്രഹമെന്നും നടി വ്യക്തമാക്കുന്നു. അഭിഭാഷക ലക്ഷ്മി N. കൈമളാണ് നടിക്കായി ഹർജി ഫയൽ ചെയ്തത്. അതേസമയം സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പ്രാഥമിക അന്വേഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. SIT അന്വേഷണം സുപ്രീം കോടതി റദ്ദാക്കിയാൽ പല ഇരകളുടെയും മൗലികാവകാശം ലംഘിക്കപ്പെടുമെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. നടൻ ദിലീപിന് ശബരിമലയിൽ VIP പരിഗണന നൽകിയ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ദിലീപിന് VIP പരിഗണന നൽകിയത് ഗൗരവതരം എന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. എന്ത് പ്രത്യേക പരിഗണനയാണ് ഇത്തരം ആളുകൾക്കുള്ളതെന്നും ഹൈക്കോടതി ചോദിച്ചു. കഴിഞ്ഞ ദിവസം ദിലീപിന് സോപാനത്തിന് സമീപം ഹരിവരാസനം ചൊല്ലിത്തീരുന്നതുവരെ ദർശനത്തിന് അവസരമൊരുക്കിയതിനെ ദേവസ്വം ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചിരുന്നു. ദൃശ്യങ്ങൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ദൃശ്യങ്ങൾ ഹാജരാക്കിയതിനെ തുടർന്ന് തുറന്ന കോടതിയിൽ വെച്ച് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ പരിശോധിച്ചുകൊണ്ടിരിക്കവേ ആയിരുന്നു കോടതിയുടെ പരാമർശം. ദിലീപിനായി മറ്റു ഭക്തരെ തടഞ്ഞെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇവരെ പോലുള്ള ആളുകൾക്ക് എന്തിന്റെ പേരിലാണ് പ്രത്യേക പരിഗണന നൽകുന്നത്? ഇത്തരം ആളുകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിന്റെ മാനദണ്ഡം എന്താണെന്നും കോടതി ചോദിച്ചു. ഹരിവരാസനം ചൊല്ലുന്ന സമയത്ത് നിരവധി ഭക്തർ അവിടെ ദർശനത്തിനായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ദിലീപിന്റെ ദർശനത്തിനായി ആദ്യത്തെ നിരയിൽ തന്നെ ഭക്തരെ തടഞ്ഞു. ഇത് അനുവദിക്കാനാകില്ല. ആരാണ് ഭക്തരെ തടയാൻ അധികാരം നൽകിയത്? മറ്റു ഭക്തരെ തടഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ ഒരു ഉദ്യോഗസ്ഥനും അധികാരമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്നും കോടതി ചോദിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP R. ശ്രീലേഖയ്ക്ക് നോട്ടീസ്. കോടതിയെ ലക്ഷ്യ ഹർജിയിലാണ് വിചാരണ കോടതി നോട്ടീസ് അയച്ചത്. പ്രതിയായ ദിലീപിനെതിരെ തെളിവില്ലെന്ന് പറഞ്ഞത് കോടതിയെ ലക്ഷ്യമാണെന്നായിരുന്നു ആക്രമിക്കപ്പെട്ട നടിയുടെ പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തണമെന്ന നടിയുടെ ഹർജി നാളെ പരിഗണിക്കാൻ മാറ്റി. വിചാരണയുടെ വിവരങ്ങൾ പുറം ലോകം അറിയുന്നതിൽ എതിർപ്പില്ലെന്നും അന്തിമവാദം തുറന്ന കോടതിയിൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിതയാണ് വിചാരണ കോടതിയിൽ ഹർജി നൽകിയത്. വിചാരണയുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ തെറ്റായ കാര്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. വിചാരണയുടെ യഥാർത്ഥ വശങ്ങൾ പുറത്തുവരാൻ തുറന്ന കോടതിയിൽ അന്തിമവാദം നടത്തണമെന്നാണ് അതിജീവിത ഹർജിയിൽ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. അതേസമയം കേസിൽ കഴിഞ്ഞ ദിവസം അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു. തന്റെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി തുറന്നു പരിശോധിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരായ വിചാരണ അന്തിമവാദത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിജീവിത രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. സിറിയൻ പ്രദേശങ്ങളിലെ ഇസ്രയേൽ കടന്നുകയറ്റം തടയാൻ UN ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തം. അതേസമയം ഏത് ഭീഷണിയെയും ചെറുക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഗോലാൻ കുന്നുകളോട് ചേർന്നുള്ള ബഫർ സോണിൽ ഇസ്രായേൽ സേന നടത്തിയ കടന്നുകയറ്റം ചെറുക്കാൻ ശക്തമായ നടപടി വേണമെന്നാണ് UN മുമ്പാകെ വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടത്. സിറിയയുടെ അതിർത്തി ഭദ്രതയും പരമാധികാരവും സംരക്ഷിക്കുകയാണ് പ്രധാനമെന്ന് അറബ് രാജ്യങ്ങളും ഇറാനും ആവശ്യപ്പെട്ടു. ബഷർ അൽ അസദ് ഭരണകൂടത്തെ പുറന്തള്ളി വിമത വിഭാഗം സിറിയൻ ഭരണം പിടിച്ച സാഹചര്യം മുൻനിർത്തിയാണ് ഇസ്രായേൽ സേന വ്യാപക ആക്രമണവും അധിനിവേശവും നടത്തിയത്. UN സമാധാന സേനയെ പുനർവിന്യസിച്ച് സിറിയൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേനയെ പുറന്തള്ളണമെന്നും രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. അതിനിടെ അതിർത്തി പ്രവിശ്യകളിൽ കൂടുതൽ സമാധാന സേനയെ വിന്യസിക്കാൻ UN നീക്കം ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. പിന്നിട്ട 3 ദിവസത്തിനിടെ 480 ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന സിറിയൻ പ്രദേശങ്ങളിൽ നടത്തിയത്. ദമാസ്കസ് ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി കപ്പലുകളും ആയുധ കേന്ദ്രങ്ങളും ഇസ്രായേൽ തകർത്തു. സിറിയൻ സൈനിക സംവിധാനങ്ങൾക്കു നേരെ ആവശ്യമെങ്കിൽ ഇനിയും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. അതേസമയം രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കാനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കാനും അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് സിറിയയിലെ പുതിയ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ വ്യക്തമാക്കി. വിവിധ രാജ്യങ്ങളിൽ ചേക്കേറിയ മുഴുവൻ അഭയാർത്ഥികളെയും തിരിച്ചെത്തിക്കുകയാണ് പ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു.
السورية اللي كانت عم تجري في منطقة الجبل وما حولها، بالإضافة إلى الهجوم السوري. അതിനിടെ ഗാസയിൽ ഇസ്രായേലിന്റെ കൂട്ടക്കൊല തുടരുകയാണ്. വടക്കൻ മധ്യ ഗാസകളിൽ ബുധനാഴ്ച നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 53 പേർ കൊല്ലപ്പെട്ടു. ബെയ്ത്ത്ലാഹിയയിൽ കമാൽ അദ്വാൻ ആശുപത്രിയോട് ചേർന്ന താമസ കെട്ടിടം ബോംബിട്ട് തകർത്തു. നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ താമസ കെട്ടിടത്തിന് മേൽ ബോംബിട്ടപ്പോൾ കുടുംബത്തിലെ 7 പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. സമഗ്രമായ ബിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരുമെന്നാണ് സൂചന. ഒറ്റ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മുൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി നൽകിയ റിപ്പോർട്ട് നേരത്തെ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അംഗീകാരം നൽകിയത്. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും. കഴിഞ്ഞ ദിവസം കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനായി ശക്തമായി വാദിച്ചിരുന്നു. ഇടയ്ക്കിടെയുള്ള തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്നുവെന്നായിരുന്നു വാദം. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അംഗീകാരം നൽകിയത്. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടും. അതേസമയം തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നാണ് ഏറ്റവും സുപ്രധാനമായ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് സുരക്ഷിതമായി നടക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തുകയും വേണം. 2029 തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ അതിനിടയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സർക്കാരുകളുടെ നിയമസഭാ കാലാവധി വെട്ടിക്കുറയ്ക്കേണ്ടിയും വരും. നാഷണൽ ഡെസ്ക് ജീവൻ. വിമത സംഘം സിറിയയുടെ തലസ്ഥാന നഗരമായ ദമാസ്കസ് പിടിച്ചെടുത്തതിന് പിന്നാലെ രാജ്യം വിട്ട പ്രസിഡന്റ് ബഷർ അൽ അസാദിനെ സംരക്ഷിച്ചുവെന്ന് സ്ഥിരീകരിച്ച റഷ്യ വളരെ സുരക്ഷിതമായി റഷ്യയിലെത്തിച്ചുവെന്ന് വിദേശകാര്യ സഹമന്ത്രി സെർജി റിയാബ്കോവ് വ്യക്തമാക്കി. ബാഷർ അൽ അസദ് സുരക്ഷിതനാണെന്നും അസാധാരണ സാഹചര്യത്തിൽ റഷ്യ ആവശ്യാനുസരണം ഇടപെടുന്നുവെന്നതാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചതിലൂടെ വ്യക്തമാകുന്നതെന്നും സെർജി റിയാബ്കോവ് പറഞ്ഞു. NBC ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. In such a situation, it would be very wrong for me to elaborate on what happened and how it was resolved. But he is secured, and it shows that Russia acts as required. ആദ്യമായാണ് അസദിന് സംരക്ഷണം കൊടുത്തുവെന്ന് റഷ്യ സ്ഥിരീകരിക്കുന്നത്. സിറിയയിലെ ആഭ്യന്തര സംഘർഷങ്ങളിൽ അസദിന് അനുകൂല നിലപാടായിരുന്നു റഷ്യ സ്വീകരിച്ചത്. തന്ത്രപ്രധാനമായ ഒരു കൂട്ടാളി എന്ന നിലയിലായിരുന്നു പുടിൻ സിറിയയെ കണ്ടിരുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു അത്യാഹിതം സംഭവിച്ചാൽ റഷ്യ ഇടപെടുമെന്ന് ഉറപ്പായിരുന്നു. അതിനാലായിരുന്നു അസദിന് റഷ്യ അഭയം കൊടുത്തുവെന്ന റിപ്പോർട്ടുകൾ സജീവമായത്. ആദ്യഘട്ടങ്ങളിൽ ഇതു സംബന്ധിച്ച് പ്രതികരിക്കാൻ റഷ്യ തയ്യാറായിരുന്നില്ല. സിറിയയിൽ വിമത വിഭാഗം വൻ മുന്നേറ്റം നടത്തുന്നുവെന്ന വിലയിരുത്തലുകൾക്ക് പിന്നാലെ തന്നെ അസദിനെ സുരക്ഷിതനാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് റഷ്യയിൽ തുടക്കം കുറിച്ചു. അതേസമയം റഷ്യയിൽ എവിടെയാണ് അസദ് തങ്ങുന്നതെന്നും എന്താണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥയെന്നും സെർജി റിയാബ്കോവ് വ്യക്തമാക്കിയില്ല. അതു സംബന്ധിച്ച് വിശദമാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ അസദിനെ റഷ്യ പിന്തുണയ്ക്കുന്നത് തുടരുമെന്നും റിയാബ്കോവ് വ്യക്തമാക്കി. റഷ്യ അസദിനെ വിചാരണയ്ക്കായി കൈമാറുമോ എന്ന ചോദ്യത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിച്ച കൺവെൻഷനിൽ റഷ്യ ഒരു കക്ഷിയല്ലെന്നായിരുന്നു സെർജി റിയാബ്കോവിന്റെ മറുപടി. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. ADM നവീൻ ബാബു തൂങ്ങി മരിച്ചതാണെന്ന് വിശ്വസിക്കാനാകില്ലെന്ന് ഹർജിക്കാരിയായ ഭാര്യ മഞ്ജുഷ കോടതിയിൽ. നവീൻ ബാബുവിനെ കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതെന്ന് സംശയിക്കുന്നതായി ഹർജിക്കാരി കോടതിയെ അറിയിച്ചു. 55 കിലോഗ്രാം ഭാരമുള്ള നവീൻ ബാബു ചെറിയ കനമുള്ള കയറിൽ തൂങ്ങി മരിച്ചുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകില്ല. പോസ്റ്റ്മോർട്ടം ശരിയായ വിധത്തിൽ നടന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിൽ പല പ്രധാന വിവരങ്ങളും വിട്ടുകളഞ്ഞു. അടിവസ്ത്രത്തിലെ രക്തക്കറയിലും ഉമിനീർ ഒലിച്ചിറങ്ങിയതിലും അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. തനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴി പിന്നീട് സൃഷ്ടിച്ചതാണെന്നും ഹർജിക്കാരി ആരോപിച്ചു. കളക്ടറുടെ ചേംബറിന് സമീപമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടില്ലെന്ന് ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി. ഇത് പരിശോധിച്ചാൽ തന്നെ നവീൻ ബാബു യോഗത്തിനു ശേഷം കളക്ടറെ പോയി കണ്ടോ എന്ന് വ്യക്തമാകുമായിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന ADMന്റെ മരണത്തിലാണ് കുടുംബം സംശയം പ്രകടിപ്പിക്കുന്നത്. ഇപ്പോഴും തെളിവുകൾ കെട്ടിച്ചമക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ ആശങ്കകൾ പരിഹരിക്കാൻ കേസ് CBIക്ക് വിടണം. പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനവും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആശങ്കയും കോടതി പരിഗണിക്കണം. കേരള പോലീസിനെ വില കുറിച്ച് കാണുന്നില്ല. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം ഒഴിച്ചാൽ കേരള പോലീസിനെ കുറിച്ച് മോശം അഭിപ്രായമില്ല. CBIക്ക് മികച്ച രീതിയിൽ അന്വേഷിക്കാൻ സംവിധാനമുണ്ടെന്നും ഹർജിക്കാരി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സന്നിധാനത്ത് പുതിയ അരവണ പ്ലാന്റിന്റെ സാധ്യതാ പഠനം പൂർത്തിയായി. ദിവസവും
4 ലക്ഷം കണ്ടെയ്നർ അരവണ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന പ്ലാന്റാണ് തിടപ്പള്ളിയോട് ചേർന്ന് സ്ഥാപിക്കുക. സന്നിധാനത്ത് നിലവിൽ 40 ലക്ഷം ടിൻ അരവണ കരുതൽ ശേഖരമായി ഉണ്ടെങ്കിലും ആവശ്യക്കാർ കൂടിയതോടെയാണ് പ്ലാൻ വിപുലീകരണത്തിന് ദേവസ്വം ബോർഡ് ആക്കം കൂട്ടുന്നത്. മന്ത്രിയുടെ തീരുമാനം കൂടി അനുകൂലമായാൽ അടുത്ത സീസണിൽ തന്നെ ഉൽപാദനം കൂട്ടാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. ശബരിമലയിലെ പ്രധാന പ്രസാദമായ അരവണ 3.5 ലക്ഷം ടിന്നുകളാണ് ദിവസവും വിറ്റുപോകുന്നത്. എന്നാൽ 2.5 ലക്ഷം ടിന്നിനാണ് നിലവിലെ അരവണ പ്ലാന്റിന്റെ ഉൽപാദനശേഷി. കരുതൽ ശേഖരമുള്ളതുകൊണ്ടാണ് ഇക്കുറി കടുത്ത അരവണക്ഷാമത്തിലേക്ക് കടക്കാത്തത്. ഭാവിയിൽ പ്രതിസന്ധി കൂടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. നിലവിലെ അരവണ പ്ലാന്റിനോട് ചേർന്നാവും പുതിയ പ്ലാന്റും വരിക. ഇതോടെ ഉൽപാദനം 4 ലക്ഷം ടിന്നായി ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. ഈ സീസണിൽ കഴിഞ്ഞാലുടൻ അരവണ പ്ലാന്റ് വിപുലീകരണ പ്രവർത്തികൾക്ക് തുടക്കമാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. 1.5 ലക്ഷം ടിൻ അരവണ അധികമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന കൂറ്റൻ ബോയിലറുകളും പാക്കിംഗ് യൂണിറ്റുകളും കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള സ്ഥലം തെക്ക് കിഴക്കേ മൂലയിൽ കൃത്യമായി കണ്ടെത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കാനും തന്ത്രിയുടെ അനുവാദം ഉൾപ്പെടെ വാങ്ങാനും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് ജീവൻ. മറുനാടൻ മലയാളി എഴുത്തുകാരി ലാലി രംഗനാഥിന്റെ പുതിയ നോവൽ മോക്ഷം പൂക്കുന്ന താഴ്വര വായനക്കാർക്ക് മുന്നിലെത്തി. ഷാർജ പുസ്തകോത്സവത്തിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ജീവിതത്തിന്റെ നേർച്ചാലുകളിൽ നിന്ന് തെന്നിമാറുകയും കാലഗതിയിൽ വിസ്മയകരമായി കണ്ടുമുട്ടുകയും ചെയ്യുന്നവരുടെ കഥ പറയുന്ന മോക്ഷം പൂക്കുന്ന താഴ്വര ഡോക്ടർ പ്രബീഷ് സഹദേവൻ ബിനു മനോഹരൻ നൽകിയാണ് പ്രകാശനം ചെയ്തത്. അതിൽ താഴെ വെക്കാതെ ഒറ്റ ഇരുപ്പിന് തന്നെ വായിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്താണ് ശ്രീമതിരാജിയുടേത്. ശ്രീമതിരാജിക്ക് ഹൃദയപൂർവമായ ആശംസകൾ. ഇനിയും മലയാള സാഹിത്യത്തിലേക്ക് ഒരുപാട് സാധ്യതകൾ ശ്രീമതിരാജിയുടെ ഭാഗത്ത് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അജിത്ത് തോപ്പിൽ, ഉണ്ണികൃഷ്ണൻ കൊട്ടാരത്ത്, ഗീതാ നെന്മിനി എന്നിവർ വായനാനുഭവം പങ്കുവച്ചു. ഉള്ളുരുകുന്ന ഏകാന്തതയുടെയും മാനസിക വിഭ്രാന്തികളുടെയും അനിതര സാധാരണമായ അവതരണത്തിലൂടെ ശ്രദ്ധേയായ ലാലി രംഗനാഥിന്റെ 4ാമത്തെ പുസ്തകമാണിത്. നോവൽ എന്നാൽ ശരിക്കും ജീവിതത്തിന്റെ സംഘർഷവും സമ്മർദ്ദവും അല്ലെങ്കിൽ പ്രശ്നങ്ങളും എല്ലാം അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹിത്യ ശാഖയാണ് നോവൽ എഴുത്ത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു നോവലിലൂടെ അതിലെ കഥാപാത്രങ്ങളിലൂടെ എഴുത്തുകാരി എന്ന നിലയിൽ അവരുടെ തന്നെ ആശയങ്ങളും ചിന്തകളും സാധാരണവും അസാധാരണവുമായ രീതിയിൽ മറ്റുള്ളവരിലേക്ക് പകർത്താൻ കഴിയുന്ന ഒരു ശൈലിയാണ് നോവൽ എഴുത്തിനുള്ളത്. അതിദീർഘ മൗനത്തിലൂടെ അനാഥത്വത്തെ അതിജീവിക്കുന്ന അമാലിന്റെ തീവ്രമായ ജീവിതാനുഭവങ്ങളാണ് ഐവറി ബുക്സ് പുറത്തിറക്കിയ ഈ നോവൽ അവതരിപ്പിക്കുന്നത്. കവിതയെയും കഥകളെയും ഒരുപോലെ ഉപാസിക്കുന്ന ലാലി രംഗനാഥിന് അക്ബർ കക്കട്ടിൽ അവാർഡ്, സത്യജിത്ത് ഗോൾഡൻ പെൻ ബുക്ക് അവാർഡ്, BSS ദേശീയ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. ഭർത്താവ് രംഗനാഥ്, മക്കളായ ധനു, മരുമകൾ ശ്രീരഞ്ജിനി, കൊച്ചുമകൾ ദേവാൻഷി എന്നിവർക്കൊപ്പം ബംഗളൂരുവിലാണ് താമസം. ന്യൂസ് ഡെസ്ക് ജീവൻ. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആർദ്രഭാവങ്ങളുമായി പൂമ്പൈതലെ ആസ്വാദകർക്ക് മുന്നിലെത്തി. ക്രിസ്മസിന്റെ പശ്ചാത്തലത്തിൽ എരുമേലി ഹെവൻലി വോയ്സ് ആണ് ആൽബം ഒരുക്കിയിട്ടുള്ളത്. അമ്മയുടെ കൈകളിൽ എല്ലാം മറന്നുറങ്ങുകയും താരാട്ടിൻ ഈണത്തിൽ വളർന്നു വലുതാവുകയും ചെയ്യുന്ന ബാല്യത്തെയും മാതൃവാത്സല്യത്തെയും അവതരിപ്പിക്കുകയാണ് ആൽബം. ലോകം ക്രിസ്തുമസിനായി ഒരുങ്ങുമ്പോൾ പിറവിയുടെ ആത്മഹർഷത്തെയും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു. സംഗീത
ഹെവൻലി വോയിസ് എരുമേലിയുടെ ബാനറിൽ സംഗീത ആസ്വാദകർക്ക് സമർപ്പിക്കുന്ന ആൽബം എഴുതിയിരിക്കുന്നത് ഷെറിൻ ജോബിയാണ്. ബിബിൻ ഹെവൻലി വോയിസ് ചിട്ടപ്പെടുത്തിയ ഗാനം ആലപിച്ചിരിക്കുന്നത് അന്ന ബേബി. ജോർജ് ആന്റണി ഓർക്കസ്ട്രേഷനും ജിൻഡോ ടിജോ എന്നിവർ ചേർന്ന് റെക്കോർഡിംഗും നിർവഹിച്ചിരിക്കുന്നു. അമ്മയോടൊപ്പം രാപ്പൂക്കളും താരകങ്ങളും താരാട്ടുപാടുന്ന ഡിസംബറിന്റെ തണുത്ത പാതിരാവിലേക്കാണ് ആൽബം ആസ്വാദകരെ ആനയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി ഇലോൺ മസ്ക്. 14ാം നൂറ്റാണ്ടിലെ മാൻസ മൂസ എന്ന ചക്രവർത്തിയെ പിന്നിലാക്കിയാണ് മസ്ക് പുതിയ നേട്ടം കരസ്ഥമാക്കിയത്. 2021 ഇലോൺ മസ്ക് ലോകസമ്പന്നനായത്. ഏറെക്കാലം ലോകസമ്പന്നനായിരുന്ന ബിൽഗേറ്റ്സിനെ ബഹുദൂരം പിന്നിലാക്കിയായിരുന്നു മസ്കിന്റെ കുതിച്ചുചാട്ടം. എന്നാൽ നിലവിൽ ചരിത്രത്തിലേറ്റവും സമ്പന്നനായ വ്യക്തി എന്ന നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് മസ്ക്. 400 ബില്യൺ എന്ന കണക്ക് കടക്കുന്ന ആദ്യത്തെ വ്യക്തിയായാണ് മസ്ക് പുതിയ നേട്ടം കൈവരിച്ചത്. നിലവിൽ 447 ബില്യണാണ് മസ്കിന്റെ സമ്പത്ത്. ആഗോള സാമ്പത്തിക കണക്കുകൾ നിരീക്ഷിക്കുന്ന ബ്ലൂംബർഗ് സൂചിക പ്രകാരമാണ് മസ്കിന്റെ പുതിയ റെക്കോർഡ് ലോകമറിയുന്നത്. 14ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി സാമ്രാജ്യം ഭരിച്ചിരുന്ന മാൻസ മൂസ എന്ന ചക്രവർത്തിയായിരുന്നു ഇതുവരെ ചരിത്രത്തിലേറ്റവും സമ്പന്നനായി കണക്കാക്കിയിരുന്ന വ്യക്തി. 400 ബില്യൺ ആയിരുന്നു മൂസയുടെ സമ്പത്തിന്റെ ഏകദേശ കണക്ക്. എന്നാൽ ഇതിനെ മസ്ക് പിന്നിലാക്കിയെന്നാണ് നിഗമനം. മസ്കിന്റെ ബഹിരാകാശ നിരീക്ഷണ കമ്പനിയായ സ്പേസ് എക്സിന് ഓഹരിയിൽ ലഭിച്ച നേട്ടമാണ് സമ്പത്ത് പെട്ടെന്ന് കൂടാൻ കാരണം. 50 ബില്യണാണ് മസ്കിന്റെ ഈ വർഷം മാത്രം സ്പേസ് എക്സിൽ നിന്ന് നേട്ടമുണ്ടാക്കാനായത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് മസ്കിന്റെ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനമായി കണക്കാക്കുന്നത്. US പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ സന്തത സഹചാരിയായിരുന്നു മസ്ക്. ഇത് മസ്കിന്റെ ഓഹരി മൂല്യം കൂട്ടുന്നതിന് കാരണമായി. ബ്ലൂംബർഗിന്റെ കണക്കുകൾ പ്രകാരം ലോകത്തിലെ 2ാമത്തെ സമ്പന്നൻ ആമസോണിന്റെ ഉടമയായ ജെഫ് ബേസോസ് ആണ്. ന്യൂസ് ഡെസ്ക് ജീവൻ. ലോകത്തെ ഫുട്ബോളിന്റെ മാന്ത്രിക കളത്തിലേക്ക് സ്വാഗതം ചെയ്ത സൗദി അറേബ്യ 2034 ഫിഫ ലോകകപ്പിന് സൗദി ആതിഥേയത്വം വഹിക്കും. ഫിഫയുടേതാണ് ഔദ്യോഗിക പ്രഖ്യാപനം. സൗദിയിലെ 5 നഗരങ്ങളിലെ 15 സ്റ്റേഡിയങ്ങളിലായി 104 മത്സരങ്ങളാണ് നടക്കുക. റിയാദിലെ ലോകകപ്പ് ഒരുക്കങ്ങളുടെ പ്രദർശനവേദിയിൽ പ്രഖ്യാപന മാരവങ്ങളോടെ ഏറ്റുവാങ്ങാൻ മന്ത്രിമാരും എത്തിയിരുന്നു. നേരത്തെ തന്നെ സൗദി ലോകകപ്പിന് വേദിയാകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നെങ്കിലും ഫിഫയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്തു വന്നിരുന്നില്ല. സൂറിച്ചിൽ നടന്ന ഫിഫയുടെ പ്രത്യേക കോൺഗ്രസിൽ പ്രസിഡന്റ് ഗിയാനി ഇൻഫന്റീനോയാണ് പ്രഖ്യാപനം നടത്തിയത്. ഖത്തറിന് ശേഷം വീണ്ടും അറേബ്യൻ മണ്ണിലേക്ക് കാൽപന്ത് മാമാങ്കം എത്തുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ലോകകപ്പിന്റെ ആതിഥേയത്വത്തിനായുള്ള ലേല ചരിത്രത്തിലെ തന്നെ ഉയർന്ന സ്കോർ സൗദിക്ക് നേരത്തെ ലഭിച്ചിരുന്നു. 15 മാസത്തിലേറെ നീണ്ടുനിന്ന നടപടിക്രമങ്ങൾക്ക് ശേഷമാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഫിഫയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഘോഷത്തിലാണ് ലോകകപ്പ് നടക്കാനിരിക്കുന്ന നഗരികൾ. മറ്റാരും മത്സരരംഗത്തില്ലാതിരിക്കാൻ സൗദി അറേബ്യ നേരത്തെ തന്നെ കരുനീക്കങ്ങൾ നടത്തിയിരുന്നു. 48 ടീമുകൾ ആദ്യമായി പങ്കെടുക്കുന്ന ലോകകപ്പ് എന്ന പ്രത്യേകത 2034 ലോകകപ്പിനുണ്ടാകും. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെത്തിയ ജർമ്മനിയുടെ ലോകകപ്പ് ചരിത്രവും സൗദി മറികടക്കും. 6.5 ലക്ഷത്തോളം പേരാണ് ജർമ്മനിയിലെ സ്റ്റേഡിയം സീറ്റുകളിൽ മത്സരം കണ്ടത്. സൗദിയിലേത് 7,62,000 ലോകകപ്പിന്റെ 104 മത്സരങ്ങളും സൗദിയിൽ തന്നെ നടക്കും. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വയനാട് ദുരന്തം നഷ്ടപരിഹാരം കൂടുതൽ സഹായത്തിന് കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തണമെന്ന് ഹൈക്കോടതി. വിവേചനങ്ങൾക്കെതിരെ പോരാട്ടം തുടരണം. തന്തൈ പെരിയാർ നാടിന് സമർപ്പിച്ച സ്റ്റാലിൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനങ്ങൾ ഒന്നിക്കണമെന്ന് പിണറായി. ന്യൂനമർദ്ദം മധ്യ തെക്കൻ കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട്, 5ഇടത്ത് ഓറഞ്ച് അലർട്ട്. മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ നീട്ടാൻ നീക്കം. സംസ്ഥാനത്തിന് കോടികൾ നഷ്ടമായേക്കും. പിന്നിൽ വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കരട് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം.
സമഗ്രമായ ബിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ കൊണ്ടുവരാൻ നീക്കം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS Hallmark 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.